പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ലോകത്തിൽ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ശാസ്ത്രജ്ഞന്മാർ എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നീഷ്യൻ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉണ്ടാക്കിയാൽ, ഒന്നിന് രൂപം കൊടുത്താൽ, ആ ഉണ്ടാക്കിയവർ തന്നെ അതിനൊരു പേര് കൊടുക്കും. ആ പേരിലാണ് ഒന്നുകിൽ അവരുടെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണ് അതൊക്കെ ലോകത്തിന് അറിയപ്പെടുന്നത്. എന്നാൽ വിശുദ്ധ വചനത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, യഹോവയായ ദൈവം ഭൂമിയിലെ പൊടിയിൽ നിന്ന് സകല ജീവജാലങ്ങളെയും ഉണ്ടാക്കി, മൃഗങ്ങളെ ഉണ്ടാക്കി, പറവകളെ ഉണ്ടാക്കി, സകല ചരാചരങ്ങളെയും, ഭൂമിയിൽ ചരിക്കുന്ന സകല ജന്തുക്കളെയും ഉണ്ടാക്കി, പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചു. സൃഷ്ടിച്ചതിന് ശേഷം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, ദൈവം അതിനെയൊക്കെയും മനുഷ്യന്റെ മുൻപാകെ കൊണ്ടുവന്നു, മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടും എന്ന് നോക്കുവാൻ. എന്നിട്ട് ദൈവം നോക്കി നിന്നു. ദൈവം അതിന് അങ്ങേപ്പുറത്ത്, മനുഷ്യനിട്ട പേരിന് അങ്ങേപ്പുറത്ത് വേറൊരു പേരിടുവാൻ വേണ്ടി ദൈവം വന്നില്ല. ദൈവമാണ് അതിനെ സൃഷ്ടിച്ചത്. അതിൻ്റെ സ്വഭാവങ്ങളും അതിൻ്റെ ചര്യകളും ഒക്കെയും ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതിന് ജീവൻ നൽകിയത് ദൈവമാണ്. ആ ജീവന് ചില വ്യവസ്ഥകളോടുകൂടി, ചില ക്രമീകരണങ്ങളോടുകൂടി അവയിലൊക്കെയും ജീവൻ ചലിക്കുവാൻ തക്കവണ്ണം കാരണമാക്കിയത് ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. എന്നാൽ അവയ്ക്ക് പേരിടുന്ന ഒരു ജോലി ദൈവം അത് മനുഷ്യനെ ഏൽപ്പിച്ചു. അതിന് ശേഷം ആ 19-ാം വാക്യത്തിൻ്റെ അവസാനത്തിൽ എഴുതിയിരിക്കുന്നത്, മനുഷ്യൻ ഇട്ടത് അവയ്ക്കൊക്കെയും പേരായി. ദൈവം അംഗീകരിച്ചു. മനുഷ്യൻ എന്ത് പേരിട്ടോ? ഒരു സിംഹത്തെ സിംഹം എന്ന് മനുഷ്യൻ വിളിച്ചപ്പോൾ ദൈവവും ആ മൃഗത്തെ സിംഹം എന്ന് വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ വീണ്ടും എഴുതിയിരിക്കുന്നത് നമുക്ക് വളരെ പ്രചോദനം നൽകുന്നതായ ഒരു വചനം, മനുഷ്യൻ തനിക്ക് തക്കതായ ഒരു തുണ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ പോലുള്ള ഒരു ജീവിക്ക് അതിനെ കണ്ടതിനൊരു പേരിടുവാൻ തക്കവണ്ണം അവന് തുണയായിട്ട് ആരെയും കണ്ടില്ല. അതിനുശേഷം ദൈവം അവൻ്റെ വാരിയലിൽ നിന്ന് തന്നെ ഒരു വാരിയലിലെടുത്ത് അതിലെ മാംസം വെച്ച് പിടിപ്പിച്ച് ഒരു സ്ത്രീയുടെ രൂപമാക്കി അവളെയും ദൈവം മനുഷ്യന്റെ മുൻപാകെ കൊണ്ടുവന്നു. അവൾക്കും പേരിടുന്നത് ദൈവം നോക്കി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഉടനെ മനുഷ്യൻ പറഞ്ഞ വാക്ക്, ഇവളെ നരനിൽ നിന്നെടുത്തിരിക്കിയാൽ ഇവക്ക് നാരി എന്ന് പേരാകും. എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ പലരെയും പല പേരുകൾ വിളിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ചാർച്ചക്കാരെ, നമ്മുടെ മാതാപിതാക്കളെ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളെ, കൂട്ടുകാരെ, നമ്മുടെ പൊതുജനത്തിൽ നമുക്കറിയപ്പെട്ടവരെ, സമൂഹത്തിലൊക്കെ വളരെ പ്രസിദ്ധിയായിരുന്നവരെയൊക്കെ ഓരോ പേരിനാലാണ് അറിയപ്പെടുന്നത്. ഈ പേരൊക്കെ അവരുടെ മാതാപിതാക്കൾ ഇട്ട പേരാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവരിട്ട പേരാണ്. അത് നമ്മൾ ഏറ്റുപാടുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനിട്ട പേരാണ്. അത് ദൈവവും ഏറ്റുകൊണ്ടു എന്നുള്ളതാണ് സത്യം. എന്നാൽ മനുഷ്യൻ മനുഷ്യനെ തന്നെ ദുഷ്പേര് കൊണ്ടും വിളിക്കുന്നു. ഒരു കോപം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ദേഷ്യം വന്നാൽ ഭ്രാന്ത് പിടിക്കുന്നവരെ പോലെ ആക്കി അവരെ പലവിധമായ വളരെ ദുർഗന്ധം വമിക്കുന്ന പോലുള്ളതായ മോശമായ പേരുകളൊക്കെ അവരെ വിളിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്താൽ മാനിക്കപ്പെട്ട പേരുകളും അവർക്ക് വേണ്ടി ദൈവം അംഗീകരിച്ച ചില പേരുകളുണ്ട്. ദൈവം യാക്കോബിനെ വിളിച്ചപ്പോൾ ഞാൻ അവനെ ഓമന പേർ ചൊല്ലി വിളിച്ചു എന്നാണ്. എന്നാൽ അവൻ്റെ അമ്മയപ്പന്മാരിട്ട പേര് തന്നെ യാക്കോബേ എന്ന് തന്നെ ദൈവം വിളിച്ചു. അതിനുശേഷം അവനിൽ കൂടെ ദൈവം നടത്തുവാനുള്ളതായ ചില പ്രവൃത്തികളുടെ സാഫല്യം, അതിനെ റിലേറ്റഡ് ആയിട്ട് അവനെ ഇസ്രായേൽ എന്നും ദൈവം മാറ്റി വിളിക്കുന്നു. എന്നാൽ അവന് ബേസിക്കായിട്ട് അവന് യാക്കോബ് എന്ന പേര്. ദൈവത്തിന് സ്തോത്രം. പല പേരുകളും ദൈവം നൽകുന്നുണ്ട് അവരെ വിളിക്കുവാൻ. ആ വിളിക്ക് ഒരർത്ഥത്തിന് വേണ്ടി, അവരിൽ കൂടെ ചില പ്രവൃത്തികൾ ചെയ്യുന്നതിന് വേണ്ടി ദൈവം ആ പേരുകൾ നൽകി. അതും ആ പേരുകൾ നൽകുവാൻ ദൈവം നേരിട്ട് വിളിക്കുകയല്ല, അതൊരു മനുഷ്യനിൽ കൂടെ ആദ്യം അങ്ങനെ പേർ വിളിക്കണം. യേശുവിനെ കുറിച്ച് ദൈവം അരുളി ചെയ്യുമ്പോൾ ഗബ്രിയേൽ ദൂതൻ വന്ന മറിയയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ അവളോട് പറയുകയാണ്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിച്ച് നീ
ഒരു മകനെ പ്രസവിക്കും. പരിശുദ്ധാത്മാവിനാൽ ഉൽപ്പാദിതമായ സന്തതി നിന്റെ വയറ്റിൽ ഉണ്ട്. നീ ഗർഭം ധരിച്ച് പ്രസവിക്കും ഒരു കുഞ്ഞിനെ, ഒരാൺകുഞ്ഞിനെ പ്രസവിക്കും. അവന് യേശു എന്ന് പേരിടണം. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം സെക്കറിയാവിനോട് ദൈവം പറഞ്ഞു, അതിനു മുമ്പ് പറയാണ് യോഹന്നാൻ എന്ന് പേരിടണം. അപ്പോൾ മനുഷ്യനെ കൊണ്ടാണ് ആദ്യം ആ പേരിടിയിപ്പിക്കുന്നത്. ദൈവം ഒരു സജഷൻ മാത്രം ചില പ്രവൃത്തികൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം അത് മനുഷ്യനെ കൊണ്ട് തന്നെ നേരിട്ട് വിളിപ്പിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ, എന്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, നാം ഒരു മനുഷ്യനെ സംബോധന ചെയ്യുമ്പോഴും വിളിക്കുമ്പോഴും ഒക്കെ ദൈവം അവരെ അംഗീകരിച്ചതായ ചില പേരുകൾ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിൽ പേരെഴുതിയിട്ടുള്ളവർക്കല്ലാതെ എന്ന് പറഞ്ഞാൽ ഏത് പേരായിരിക്കും എഴുതിയത്? തീർച്ചയായിട്ടും അവരുടെ ദേഹി തിരിച്ചറിയുന്നതായ ഒരു പേരാണ് ദൈവം അവരുടെ മാതാപിതാക്കളിൽ കൂടെ അവർക്ക് കൊടുത്തിട്ടുള്ളത്. അതിനങ്ങേപ്പുറത്ത് ദൈവശബ്ദം കൂടി ചേർത്ത് ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതുമ്പോൾ അതിന് വ്യക്തമായ ചില പേര് വ്യത്യാസം കൊടുക്കും. എന്നാൽ ആ പേര് മനുഷ്യന്റെ കണ്ണിനും അവരുടെ ബുദ്ധിക്കും മറച്ചു വെച്ചിരിക്കുക എന്ന് പറയാം. അവരുടെ നെറ്റിയിൽ എഴുതുന്നതായ പേര് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് പിതാവും കൊടുക്കുന്ന ദൈവവും അവരും മാത്രം തിരിച്ചറിയുന്ന ഒരു പേര് കൊടുക്കും. എന്നാൽ മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ മറ്റുള്ളവരെ കൊടുക്കുന്ന പേരുകൾ എല്ലാം മനുഷ്യനിട്ട പേരുകളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സംബോധന ചെയ്യുമ്പോൾ, അവർ വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ, നോക്കൂ, നാം അവരെ സൽപ്പേരിനാൽ അറിയപ്പെടുന്നവരായിരിക്കണം. അവർക്കുള്ളതായ സൽപ്പേരിനെ നാം ഹനിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ശിക്ഷയുണ്ടാകും. അതാണ് കർത്താവ് പറഞ്ഞത്, ഒരുവനെ നിന്റെ സഹോദരനെ നീ മൂഢ എന്ന് വിളിച്ചാൽ, എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ, ബുദ്ധിയില്ലാത്തവൻ, ജ്ഞാനമില്ലാത്തവൻ എന്നൊക്കെ നീ വിളിച്ചാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. അതാണ് ദൈവത്തിന്റെ കൽപ്പന. നമ്മൾ എത്ര വലിയ വിശുദ്ധരാണെന്ന് പറഞ്ഞിരുന്നാലും, സുവിശേഷകരായിക്കോട്ടെ, വിശ്വാസികളായിക്കോട്ടെ, ദൈവമക്കളായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഏതെങ്കിലും മതവിഭാഗക്കാരായിക്കൊള്ളട്ടെ, മനുഷ്യനാണോ നിങ്ങളുടെ സഹോദരങ്ങളെയും നിങ്ങളുടെ ചാർച്ചക്കൻ, നിങ്ങളുടെ തൊട്ടടുത്ത, അല്ലെങ്കിൽ ദൈവം നിന്റെ മുൻപാകെ കൊണ്ടുവരുന്നവരെ ഒക്കെയും, ചിലപ്പോൾ ദൈവം ശത്രുക്കളെ കൊണ്ടുവരും, അവർക്കൊക്കെയും നീ ഇട്ടത് പേരാകും, അത് സൽപ്പേരായിരിക്കണം. നോക്കൂ, ദൈവം മനുഷ്യന്റെ മുൻപാകെ കൊണ്ടുവന്നതെല്ലാം സൗമ്യതയുള്ള മൃഗങ്ങളായിരിക്കണമെന്നില്ല. കഴുകനെ പോലെ മനുഷ്യ മാംസം കഴിക്കുന്ന പക്ഷികൾ കാണും. അതുപോലെ തന്നെ പാമ്പ് അന്ന് എഴയുന്ന പാമ്പായിരുന്നിരിക്കത്തില്ല, അതിനൊക്കെ ചിറകുകൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനെയും പാമ്പെന്ന് വിളിച്ചത് മനുഷ്യനാണ്, മനുഷ്യനിട്ട പേരാണ്. അങ്ങനെ മനുഷ്യന് ഉപദ്രവകാരിയായിട്ടുള്ളതായ അനേകം മൃഗജാലങ്ങളുണ്ട്, അനേക പ്രാണികളുണ്ട്, അനേക ജന്തുക്കളുണ്ട്, മൃഗങ്ങളുണ്ട്. എന്നാൽ അതിനൊക്കെയും യോഗ്യമായ പേര് മനുഷ്യൻ അവയ്ക്കിട്ടു. ദൈവം അതിനൊന്നും പേരിടാതെ ദുഷ്ടജന്തുക്കൾക്കും നല്ല ജന്തുക്കൾക്കും, അല്ലെങ്കിൽ ശത്രുജന്തുക്കൾക്കും ശത്രു മനുഷ്യർക്കും എല്ലാവർക്കും അത് മനുഷ്യൻ ഇട്ടത് അവയ്ക്ക് പേരായി. എന്നാൽ മനുഷ്യനിൽ നിന്നെടുത്തതായ മനുഷ്യന് പേര് വിളിക്കുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഇവനെ നരനിൽ നിന്ന് എടുത്തിരിക്കിയാൽ ഇവക്ക് നാരി എന്ന് പേരാകും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതങ്ങൾ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, മനുഷ്യരായിട്ടുള്ളവരെ ഒക്കെ നാം പേര് വിളിക്കുമ്പോൾ, അവർക്കിടുന്ന പേര് വിളിക്കുമ്പോൾ ഒരു പരിഗണന വരും, അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിരിക്കുക. എന്താണെന്നറിയാമോ? ഇവനെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ, എന്നിൽ നിന്ന് എടുത്തിരിക്കാൻ എന്ന് പറഞ്ഞാൽ എനിക്കുള്ളതുപോലെ മാംസവും രക്തവും അസ്ഥിയും ഇവനുമുണ്ട്, എനിക്കുള്ളതുപോലെ മാനസിക അവസ്ഥ ഇവനുണ്ട്, എനിക്കുള്ളതുപോലെ വേദന ഇവനുണ്ട്, എനിക്കുള്ളതുപോലെ സന്തോഷിക്കാൻ കഴിയും, എനിക്കുള്ളതുപോലെ ഇവനും ചിന്തിക്കുവാൻ കഴിയും, ഞാൻ ദേഷ്യപ്പെടുന്നത് പോലെ അവനും ദേഷ്യപ്പെടുവാൻ കഴിയും, ഞാൻ കോപിക്കുന്നത് പോലെ അവനും കോപിക്കുവാൻ കഴിയും, ഞാൻ ശത്രുവാകുന്നത് പോലെ അവനും ശത്രുവാകുവാൻ കഴിയും. എന്നാൽ ഞാൻ അവന് മിത്രമാകുമ്പോൾ അവനും എന്നെ മിത്രമായി കരുതും. അതാണ് അർത്ഥം വരുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ ആ സ്ത്രീയെ കണ്ടുകൊണ്ട് പറയുകയാണ്, ആദ്യമായിട്ട് അവരെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ, അവന്റെ അതേ രൂപം, അവൻ പറയാണ്, ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കാൻ ഇവക്ക് നാരി എന്ന് പേരാകും. ആ ഒരു കൺഫർമേഷൻ, ഇവൾ എന്നിൽ നിന്ന് എന്നെ പോലെ ഉളവായവൾ. ദൈവത്തിന് സ്തോത്രം. ഈ ജ്ഞാനമാണ് മനുഷ്യനെ ദൈവത്തിന് പ്രിയരുമായിട്ടുള്ളവരാക്കുന്നത്.
അങ്ങനെ മനുഷ്യൻ കൂടുതൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ദൈവം അവന് കൊടുക്കുന്നു. ലോകത്തിൽ അനേക കാര്യങ്ങൾ അവനെ ഏൽപ്പിക്കുന്നു. ആദ്യമായി ദൈവം കൊടുത്ത ഉത്തരവാദിത്തമാണത്. മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടും? ദൈവം നമ്മളിൽ നിന്ന് നോക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ സംബോധന ചെയ്യുന്ന ഭാഷ ഏതാണെന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ പരീക്ഷണം. ആദാമിന് ദൈവം കൊടുത്തതായ ആദ്യത്തെ പരീക്ഷ അതാണ്. അവന്റെ കഴിവിനെ പരിശോധിച്ചത് അതാണ്. നോക്കൂ, ലോകത്തിൽ എത്രമായിരം ജീവജാലങ്ങൾ ഉണ്ടെന്നറിയാമോ? അവയെല്ലാം ഉണ്ടെന്ന് അതിന് പേരിടുവാനുള്ളതായ ജ്ഞാനം ദൈവം ആദാമിന് കൊടുത്തു. അവന്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചു. അവന് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ലഭിച്ചപ്പോൾ അവയൊക്കെയും വേർതിരിച്ചറിയുവാൻ, അവയ്ക്കെല്ലാം മാന്യമായ പേര് നൽകുവാൻ തക്കവണ്ണം അവന്റെ ബുദ്ധി പ്രകാശിച്ചു. ദൈവത്തിന്റെ ആലോചന അവന്റെ മുന്നിൽ. ദൈവം അതെല്ലാം നോക്കി ദൂരെ മാറി നിന്ന് കണ്ടു. മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടും എന്ന് കാണുവാൻ ദൈവം അവയെ അവന്റെ മുൻപിൽ വരുത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മുൻപിൽ ദൈവം ശത്രുക്കളെയും മിത്രങ്ങളെയും വരുത്തും. നമ്മുടെ മുൻപിൽ കൊള്ളരുതാത്തവരെയും നല്ലവരെയും വരുത്തും. നമ്മുടെ മുൻപിൽ ചീത്തയായവരെയും ശരിയായിട്ടുള്ളവരെയും ദൈവം വരുത്തും. നമ്മുടെ മുൻപിൽ കോപികളെ വരുത്തും. നമ്മുടെ മുൻപിൽ അന്യായം ചെയ്യുന്നവരെ വരുത്തും. നമ്മുടെ മുൻപിൽ കൊലപാതകം ചെയ്യുന്നവരെ വരുത്തും. നമ്മുടെ മുൻപിൽ ചതിയന്മാരെ വിളിക്കും, വഷളന്മാരെ വരുത്തും. അതെല്ലാം വരുത്തുമെങ്കിലും ദൈവം മാറി നിന്ന് നോക്കുന്നത് നീ അവനെന്ത് പേരിടും, നീ അവനെ എന്ത് വിളിക്കും, നീ അവനെ ദൈവത്തിന് ഇഷ്ടമായിട്ടുള്ള ഒരു പേര് വിളിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിന്നിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഇല്ല എങ്കിൽ എന്താണെന്നറിയോ? ദൈവം സൃഷ്ടിച്ച അതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാ. ദൈവം മണ്ണുകൊണ്ട് നിന്നെ സൃഷ്ടിച്ചതുപോലെ ഭൂമിയിൽ നിന്ന് അവയൊക്കെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയെ നമ്മൾ മാനിക്കുന്നവരായിരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തിയെ നമ്മൾ മാനിക്കുന്നവരായിരിക്കണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാം? ദൈവത്തിന്റെ കോപം നമ്മൾ വലിച്ചു വയ്ക്കും. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് ദൈവകോപം വരുത്തി വയ്ക്കും. കാരണം ദൈവം നമ്മെ പോലെ സൃഷ്ടിച്ചതായ അപ്പോൾ യോബിന്റെ പുസ്തകത്തിൽ ദൈവം യോബിനോട് പറയുന്നത്, നിന്നെ പോലെ ഞാൻ സൃഷ്ടിച്ചതായ നദീമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ നദിയിലുള്ളതായ വെള്ളത്തിലുള്ളതായ വലിയൊരു തിമിംഗലത്തെക്കാൾ വലിയ ഒരു മൃഗീയമായ ഒരു മത്സ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ജന്തുവിന്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ യോബിനോട് ദൈവം പറയുന്നത്, ഞാൻ നിന്നെ പോലെ സൃഷ്ടിച്ചതായ നദീഹം. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിന്നെ എങ്ങനെ സൃഷ്ടിച്ചോ അത് ഭയങ്കരനായിരിക്കുന്നത് പോലെ നീയും ഭയങ്കരനാണ്. അതിന്റെ ചെതുമ്പലുകൾ, അതിന്റെ മുള്ളുകൾ, അതിന്റെ പല്ലുകൾ, അതിന്റെ ശരീരം, അതിന്റെ വാല്, ഇതെല്ലാം ദൈവം ഓരോന്നായിട്ട് എടുത്ത് യോബിനോട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനെപ്പോലെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ആ നദി പോലെ തന്നെ, അല്ലെങ്കിൽ ആ മൃഗത്തെ, അല്ലെങ്കിൽ ആ സമുദ്രത്തിലുള്ളതായ ആ കൊടും ഭീകരത്വമുള്ളതായ ആ ജന്തുവിനെ പോലെ തന്നെ നമ്മിലും ഭീകരത്വമുണ്ട്, ഭയങ്കരത്വമുണ്ട്, ഒടുങ്ങാത്തതായ സ്വഭാവങ്ങളുണ്ട്. ദൈവം അതാണ് യോബിനോട് പറയുന്നത്, നിന്നെ പോലെ ഞാൻ സൃഷ്ടിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എങ്കിലും ദൈവം നമ്മുടെ മുൻപിൽ വന്ന് തൻ്റെ സൃഷ്ടികളെ ഒക്കെയും നമുക്ക് ദാനമായി നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നമ്മളെ അതിന് മേധാവിയാക്കി വെച്ച്, അധികാരിയാക്കി വെച്ച്, ഉപജ്ഞാതാവാക്കി വെച്ച്, അതിന് സംബോധന ചെയ്യുന്ന വ്യക്തിയാക്കി വെച്ച്, അതിനെ പേർ വിളിക്കുന്ന തലതൊട്ടപ്പനാക്കി ദൈവം നമ്മെ മാറ്റുന്നു. എന്താണെന്നറിയാം? അതിനുശേഷം ദൈവം ദൂരെ മാറി നിന്ന് നോക്കും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, സൃഷ്ടിയിൽ മാത്രമല്ല, നമ്മുടെ ഓരോ ചര്യകളിലും, ജീവിതങ്ങളിലും, പ്രഭാതങ്ങളിലും, സായാഹ്നങ്ങളിലും, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളിലും, ജീവിതത്തിലും, കുടുംബ ജീവിതത്തിലും, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ഇടപാടിലും, ഭാര്യയോട്ടുള്ള ഇടപാടിലും, മാതാപിതാക്കളുമായിട്ടുള്ള ഇടപാടിലും, ചാർച്ചക്കാരുടെയും കൂട്ടുകാരുടെയും അയൽവക്കക്കാരുടെയും ഒക്കെ ഇടപാടിലും നാം എന്ത് പേരാണ് അവരെ വിളിക്കുന്നത് എന്ന് ദൈവം നോക്കി കാണുന്നു എന്നാണ് ദൈവത്തിൻ്റെ ആലോചന ഈ പ്രഭാതത്തിൽ നമ്മെ അറിയിക്കുന്നത്. പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത് നമ്മുടെ വാക്കുകൾ എല്ലാം ഇമ്പമായിരിക്കട്ടെ, ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. നാം ഇടുന്നത് അവയ്ക്ക് പേരാകുന്നു. നാം അതിനെ ദോഷമുള്ളതായി പേര് വിളിക്കുന്നുവെങ്കിൽ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിനക്ക് ഭൂമിയിൽ കെട്ടുകൾ വീഴുന്നു, നീ കെട്ടിടുന്നുണ്ടെങ്കിൽ അത് സ്വർഗത്തിലും നിനക്ക് കെട്ടപ്പെട്ടതായിരിക്കും. നിനക്ക് അവിടെ ചെന്ന് അഴിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ വെച്ച് കെട്ടിയത് ദൈവം അംഗീകരിക്കുകയാണ്. ഈ ഭൂമിയിൽ വെച്ച് വിളിച്ചത് ദൈവം കേൾക്കുകയാണ്. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ അവയ്ക്ക് എന്ത് പേരിടും എന്ന് ദൈവം നോക്കിക്കൊണ്ടിരുന്നു. നമ്മെ
ഓരോ പ്രഭാതത്തിലും സായാഹ്നത്തിലും പ്രദോഷങ്ങളിലും രാത്രികളിലും യാമങ്ങളിലും എല്ലാം നോക്കി ശ്രദ്ധിക്കുന്നതായ ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ആ ദൈവമാണ് സകല ചരാചരങ്ങളെയും സകല മനുഷ്യജാതികളെയും സൃഷ്ടിച്ചത്. കറുത്തവനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ, അവൻ ചുമന്നവനായിക്കൊള്ളട്ടെ, ഏത് ഭാഷക്കാരനുമാകട്ടെ, ചെറിയവനോ വലിയവനോ, പണ്ഡിതനോ പാമരനോ, അല്ലെങ്കിൽ ധനവാനോ ദരിദ്രനോ, ഒന്നുമില്ലാത്തവനും എല്ലാം ഉള്ളവനും ആരുമായിക്കൊള്ളട്ടെ, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. അവയൊക്കെ ദൈവം നമ്മുടെ മുൻപിൽ കൊണ്ടുവരുന്നത്, നമ്മുടെ കണ്ണിന് മുമ്പിൽ കൊണ്ടുവരുന്നത്, അതിനെയെല്ലാം ഇൻപമായിട്ടുള്ള നാമങ്ങളാൽ അതിനെ പേരിടുവാനും അറിയപ്പെടുവാനും ദൈവം അവയെ നമുക്ക് മുമ്പായി കൊണ്ടുതരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ ദൈവം നമ്മെ വിളിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെ പേര്, നാം ഇട്ട പേരുകളൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ദൈവം നമ്മെ വിളിക്കുമ്പോൾ ഞാൻ അവനെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നാം എല്ലാവരെയും ഓമന പേർ ചൊല്ലി വിളിക്കാറില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ വിളിക്കുമായിരിക്കും, നമ്മുടെ ഭാര്യയെ വിളിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്ത റിലേഷൻസിനെ, അടുത്ത കൂട്ടുകാരെ വിളിക്കുമായിരിക്കും. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ അവനെ ഓമന പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മെ ഒക്കെയും ഓമന പേർ ചൊല്ലി വിളിക്കുന്നവനായ ആ ദൈവത്തിന്റെ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നാം മറ്റുള്ളവരെയും ഓമന പേരിനാൽ അറിയപ്പെടുന്ന നല്ല സഹൃദയരായ ദൈവിക സ്വഭാവമുള്ള മനുഷ്യ ജന്മങ്ങളായി മാറും. അത് സ്വർഗം സന്തോഷിക്കുന്ന ഒരു പ്രവൃത്തിയുടെ ആരംഭമാണ്. അങ്ങനെയാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ആ സ്വർഗത്തിൽ തീരുമാനിക്കുന്നത്. ഈ അനുഗ്രഹത്തെ പ്രാപിക്കുവാൻ ദൈവം നിന്നെ ഇന്നത്തെ ഈ പ്രഭാത സന്ദേശം സഹായിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.